ഹായ് ഫ്രണ്ട്സ്, സ്റ്റീയാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പുതിയതായി വീട് പണിതിട്ട് കബോർഡുകൾ പണിയാൻ ഉദ്ദേശിക്കുന്നവർക്കും നമ്മുടെ വീട്ടിൽ ഒരു കബോർഡ് പണിയണമെന്ന ആഗ്രഹവുമായി നടക്കുന്നവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന ഒരു വിഷയമാണ്. കബോർഡിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് പണിയേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിടുന്ന എല്ലാ വീഡിയോകളും എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ അത് സഹായിക്കും. ഇൻറ്റീരിയർ സംബന്ധമായ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ആശങ്കകളും തെറ്റിദ്ധാരണകളും മാറിക്കിട്ടാൻ ഈ ചാനൽ നിങ്ങളെ സഹായിക്കും. കബോർഡ് പണിയുവാൻ ഉദ്ദേശിക്കുന്ന മിക്ക ആളുകൾക്കും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഉണ്ടാകാറില്ല. കാരണം ഞാൻ പല വീടുകളിലും കബോർഡുകൾ ഉണ്ടാക്കാനായി ചെല്ലുമ്പോൾ അവർക്ക് യാതൊരു ഐഡിയയും ഉണ്ടാവില്ല. പിന്നെ ഞാൻ വീട്ടുകാരുമായി സംസാരിച്ച് അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കിയാണ് ഡിസൈൻ ഉണ്ടാക്കുന്നത്. ചില വീട്ടുകാർക്ക് സ്റ്റോറേജ് ധാരാളം വേണമെന്ന് പറയും. കാരണം അവർക്ക് ഒത്തിരി സാധനങ്ങൾ വെക്കുവാനുണ്ടാവും. ചില വീട്ടുകാർക്ക് സ്റ്റോറേജ് അല്ല വേണ്ടത്, ഹാങ്ങിങ് സ്പേസ് ആണ് വേണ്ടത്. അപ്പോൾ അവരുടെ ഡ്രസ്സുകളെല്ലാം അലക്കി തേച്ച് മടക്കി വെക്കാതെ തന്നെ നേരെ ഹാങ്ങറിൽ തൂക്കിയിടുവാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ഇൻറ്റീരിയർ വർക്ക് ചെയ്യാനായിട്ട് വരുന്ന അദ്ദേഹത്തോട് പറയുക. അദ്ദേഹം അതനുസരിച്ച് ഡിസൈൻ ഉണ്ടാക്കിത്തരും. ഇനി അതല്ല എങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ കുറേ വർക്കുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ വീടിന് ചേരുന്നത് ഏതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപയോഗത്തിന് പറ്റുന്ന കബോർഡ് ഏതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ഏതാണോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. അതുപോലെ തന്നെ പണിയുവാൻ ശ്രമിക്കുക. പ്ലൈവുഡ് കൊണ്ടാണ് നിങ്ങൾ കബോർഡുകൾ പണിയുന്നത് എങ്കിൽ പ്ലൈവുഡിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റായ 710 എന്ന ഗ്രേഡുള്ള പ്ലൈവുഡുകൾ മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതുപോലെ പ്ലൈവുഡുകൾ ഫ്ലോറിൽ മുട്ടിക്കാതെ പണിയാൻ ശ്രമിക്കുക. അതിന് ബേസായിട്ട് മൾട്ടിവുഡ് കൊണ്ടൊരു ബേസ്മെൻറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സിമൻറ്റ് ഉപയോഗിച്ച് ഒരു ബേസ്മെൻറ്റ് കെട്ടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പ്ലൈവുഡ് കൊണ്ടുള്ള കബോർഡുകൾ നമുക്ക് വെക്കുവാൻ സാധിക്കും. നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി വെള്ളം വീണ് അത് കേടുപാട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു ബേസ്മെൻറ്റ് കെട്ടുവാനായിട്ട് ഞാൻ പറയുന്നത്. ഒരുപാട് വെള്ളം വീഴാതെയാണ് നമ്മൾ കബോർഡ് പ്ലൈവുഡ് കൊണ്ട് പണിതിരിക്കുന്ന കബോർഡ് ഉപയോഗിക്കുന്നതെങ്കിൽ 15 മുതൽ 20 വർഷം വരെ ഒരു കേടുപാടും പറ്റാതെ ഇരുന്നോളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. തുണികൾ മടക്കി വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടുതൽ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ കൂടുതൽ തട്ടുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ തുണികളും നമുക്ക് അടുക്കി മടക്കി വെക്കുവാനായിട്ട് സാധിക്കും.